ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. പോകാനുള്ള കാരണം അതിനുള്ള വകുപ്പിന് അങ്ങനെ 10 ലക്ഷം രൂപ ഞങ്ങൾ 10 ലക്ഷം രൂപ പോകുന്നതാണ്. ഞങ്ങൾ ഇവിടെ പോകും. 10 ലക്ഷം 2 ലക്ഷം ആളെ കിട്ടുമോ? എന്താ വേണോ കളയപ്പോട്ടെ. പിള്ളേര് അതില് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. കേരളത്തിലെ തീരദേശ മേഖല ആകെ പ്രശ്നത്തിലാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഞാറക്കല് 1-ാം വാർഡ്. 1-ാം വാർഡിലെ ഞാറക്കല് കടപ്പുറത്ത് ആ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാ വീടുകളും ദുരിതത്തിലാണ്. എല്ലാ വീടുകളിലും വെള്ളവും ചെളിയും കയറി കിടക്കുന്നത്. ആകെ പ്രശ്നമാണ്. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ നമ്മളെ ഈ കൊച്ചിയിൽ സിറ്റിയിൽ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം മഴ വന്നപ്പോ ആ സിറ്റി മുഴുവൻ മുങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോ അന്ന് നമ്മുടെ ഹൈക്കോടതിയിലെ ജഡ്ജി വരെ അന്ന് പറഞ്ഞാണ് ഈ റോട്ടിലൊക്കെ വെള്ളം എങ്ങനെ വന്ന് ഇത് ഒഴിവാക്കേണ്ടതിന് കാലതാമസം പാടില്ല, പിറ്റേ ദിവസം തന്നെ ശരിയാക്കണമെന്ന് പറഞ്ഞിട്ട് അർജന്റായിട്ട് അതൊക്കെ ശരിയാക്കി കൊടുത്ത്. ഇവിടെ ഈ കടല് ഈ ന്യൂനമർദ്ദം രൂപം കൊള്ളുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പേടിയാണ്. ഈ ന്യൂനമർദ്ദം രൂപം കൊണ്ട് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഈ കടല് കയറ്റം ഇവിടെ ഉണ്ടായിട്ട് ഇവിടെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അവരെ സ്വത്തും മുതലൊക്കെ നശിച്ചു പോകുന്ന സാഹചര്യമാണ് ഈ കാണുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ ഒരാൾ പോലും ഇവിടെ തിരിഞ്ഞു നോക്കണില്ല. അവിടെ സിറ്റിയിലൊക്കെ ആണെങ്കിൽ VIP-കൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി തീരദേശ നിവാസികളെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഈ ഗവൺമെന്റുകൾക്ക് വേണ്ടേ? ഒന്നും വേണ്ട. ഇവിടെ ഒരു MLA ഉണ്ട്, അല്ലെങ്കിൽ MP ഉണ്ട്, ഇവിടുത്തെ ആളുകളൊക്കെ ഉണ്ട്. ഒന്ന് അന്വേഷിക്കണ്ടേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ? ഇവരൊക്കെ സുരക്ഷിതമായിട്ട് ജീവിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കി തരേണ്ടത് ഗവൺമെന്റിന്റെ കടമയല്ലേ? ഞങ്ങൾക്കിത് വേണ്ട. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങളുടെ സ്വത്തും മുതലൊക്കെ ഞങ്ങൾ സംരക്ഷിക്കണ്ടേ? ഞങ്ങളുടെ കൊച്ചുമക്കളായിട്ട് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? 10 ലക്ഷം രൂപ വരാന്ന് പറഞ്ഞ് പുനർഗേഹം എന്ന് പറഞ്ഞൊരു പദ്ധതി പറയുന്നുണ്ട്. 10 ലക്ഷം രൂപക്ക് ഇന്ന് ഒരു 2 സെന്റ് സ്ഥലം നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും കിട്ടുമോ? 10 ലക്ഷം രൂപ വന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉള്ള കുടുംബത്തിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാനായിട്ടാണ് ഞങ്ങൾ പഠിച്ചേക്കണം. ഞങ്ങളുടെ തൊഴിലും കാര്യങ്ങളും ഒക്കെ ഈ തീരദേശത്ത് കിടക്കുകയാണ്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഇവിടെ? ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കണ്ടേ? ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ടൊരു ജീവിതം വേണ്ടേ? അതിനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ നമ്മുടെ ചെല്ലാനം മോഡൽ ടെട്രോപോഡ് നമുക്ക് ഇവിടെ അടിയന്തരമായിട്ട് പണിത് തരണം. ഇല്ലെങ്കിൽ ഞങ്ങൾ സിറ്റിയിൽ വലിയൊരു സമരത്തിനുള്ള വലിയൊരു പ്ലാനിംഗ് ആണ് ഞങ്ങൾ നടത്തുന്നത്. സിറ്റിയിൽ എറണാകുളം സിറ്റിയിലേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ സമരത്തിന് വലിയൊരു പ്ലാനിംഗ് ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്.